സിനിമാ നടൻ ദിലീപ് ഇന്ന് നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് വിധി പറയുന്ന ദിവസമാണ്. ഇതിനകത്ത് ഓർക്കുന്ന ഒരു പോസ്റ്റ് പോയ കാര്യം, അന്ന് മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ആ നടി അവർ ഒളിച്ചോടുകയോ പാത്തു നിൽക്കുകയോ ചെയ്തില്ല. അവർ നേരെ തൻ്റെ ഏറ്റവും അടുത്ത ആളെ ലാലിനെ അറിയിക്കുകയും അവിടെ നിന്ന് ലാലി MLA PT തോമസിനെ അറിയിക്കുകയും കേസിലെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് പോവുകയും ചെയ്തു. വളരെ മാനസികമായിട്ടും കേസ് അട്ടിമറിക്കാനും കൂടെ നിന്നവരൊക്കെ ഇങ്ങനെ കൂറുമാറിയൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും വളരെ ശക്തമായി നിന്നുകൊണ്ട് കേസ് ഇവിടെ വരെ വന്നിരിക്കും. കാര്യം ഒരു പക്ഷേ ദിലീപ് എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടേക്കാം. എങ്കിലും ദിലീപിന് നഷ്ടപ്പെട്ട 8 വർഷം ഉണ്ടല്ലോ. 8 വർഷം അദ്ദേഹത്തിൻ്റെ ഇമേജ്, അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലും അദ്ദേഹത്തിന് നഷ്ടം. 8 വർഷം അത് വലിയ നഷ്ടം തന്നെയാണ്. ഇതിനകത്ത് ഓർക്കേണ്ട ഒരു പോസിറ്റീവ് കാര്യങ്ങൾ, ഇതുപോലെ കേസുകൾ പെടുന്ന അല്ലെങ്കിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ശാരീരികമായിട്ട് പല രീതിയിലും ടോർച്ചർ ചെയ്യപ്പെട്ട സ്ത്രീകൾ ഒരുപക്ഷെ അവർ തൻ്റെ ഓപ്പോസിറ്റ് വളരെ ശക്തനായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ മാനഹാനിയൊക്കെ ഓർത്ത് പറയാതിരിക്കും. അവർ പറയുമ്പോഴേക്കും ചിലപ്പോൾ വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് പൈസ കിട്ടാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയമാണോ, ഇലക്ഷൻ ആയതുകൊണ്ടാണോ ചോദ്യങ്ങൾ വരും. അങ്ങനെയും ചോദിക്കുകയിടയിൽ വരാതെ ഇതുപോലെ ഇവർ കണ്ടപ്പെടും. കാര്യം താൻ ആക്രമിക്കപ്പെട്ടാൽ, താൻ പീഡിപ്പിക്കപ്പെട്ടാൽ, എന്തെങ്കിലും രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ഒരു കേസ് കൊടുക്കാവുന്നതാണ്. അതാണ് ഈ നടി കാണിച്ച വളരെ പോസിറ്റീവായ കാര്യം. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. ഇനി എന്താണ് വിധി തന്നെ നോക്കാം. ഓക്കെ.